നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോ പങ്കുവച്ചതിൽ ഉടൻ കേസെടുക്കാൻ പോലീസ്. അതിജീവിത പോലീസിൽ പരാതി നൽകി. മാർട്ടിന്റെ വീഡിയോ പങ്കുവച്ചവർക്കെതിരെയാണ് ഡിഐജി ഹരിശങ്കറിന് പരാതി നൽകിയത്. പരാതിക്കൊപ്പം 24 വീഡിയോ ലിങ്കുകളും അതിജീവിത കൈമാറിയിട്ടുണ്ട്. റോഷിബാൽ വിവരങ്ങൾ നൽകും. റോഷിബാൽ, ഇത് വിധിക്ക് തൊട്ടുമുമ്പ് മാർട്ടിനിട്ട വീഡിയോ ആണെന്ന് വേണം മനസ്സിലാക്കാൻ. അതിപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഷെയർ ചെയ്തവരെക്കെതിരെ തന്നെയാണോ അതിജീവിത ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? റോഷിബാൽ, സ്മൃതി, ഈ കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ഈ കേസുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത്. ആ വീഡിയോ പ്രധാനപ്പെട്ട ദിലീപ് അനുകൂലികളായി മാധ്യമങ്ങളിൽ ചർച്ചകളിലടക്കം വരുന്ന ആളുകൾ പ്രചരിപ്പിച്ചതിന് ശേഷം നിരവധി പേർ ഈ മാർട്ടിന്റെ വീഡിയോ അധികരിച്ചുകൊണ്ട് അതിജീവിതയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പ്രചാരണങ്ങൾ തുടങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് മുഖ്യമന്ത്രി പോലീസിനെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇന്ന് ഡിഐജി ഹരിശങ്കറിനെ നേരിട്ട് കണ്ട അതിജീവിതയുടെ സഹോദരൻ പരാതി നൽകി. ആ പരാതിയുടെ പകർപ്പ് തൃശൂർ സിറ്റി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഏറെ വൈകാതെ തന്നെ പോലീസ് കേസെടുക്കും. ഈ വീഡിയോ പങ്കുവെച്ച എല്ലാവരും കുടുങ്ങുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വീഡിയോയിൽ മാർട്ടിൻ ഈ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, തെറ്റായ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. ബോധപൂർവം ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരമൊരു വീഡിയോ ചിത്രീകരിച്ചത് എന്നാണ് പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ 24 വീഡിയോ ലിങ്കുകളാണ് ഈ പരാതിക്കൊപ്പം കൈമാറിയത്. ഇതിൽ കൂടുതൽ ലിങ്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. അതും ഒപ്പം കമന്റ് ചെയ്ത ആളുകളെയും പോലീസ് കേസിൽ പ്രതിയായി ഉൾപ്പെടുത്താനുള്ള ആലോചന നടത്തുന്നുണ്ട്. ഏതായാലും ഗൗരവത്തോടെ തന്നെയാണ് ഈ പരാതിയെ പോലീസ് കാണുന്നത്. ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ അധിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ഗൗരവത്തോടെ എടുക്കും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതക്കെതിരെ സമാനമായ രീതിയിൽ സാമൂഹ്യ മാധ്യമത്തിൽ അതിക്രമം നടത്തിയപ്പോൾ പോലീസ് ഗൗരവമായ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. സമാനമായി തന്നെയായിരിക്കും ഈ കേസിലും നിലപാടെടുക്കുക. അന്ന് രാഹുൽ ഈശ്വർ 16 ദിവസമാണ് ജയിലിൽ കിടന്നത്. സമാനമായ കടുത്ത വകുപ്പുകൾ ചേർക്കാൻ തന്നെയാണ് ഇപ്പോൾ ഡിഐജി സിറ്റി പോലീസിന് നൽകിയ നിർദ്ദേശം. ഏതായാലും മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏറെ വൈകാതെ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. ശരി, റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത്.